ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സ് ഇവൻറ്റ്സ് ആണ്. നമുക്കറിയാം നമ്മുടെ SSC എക്സാമിനും റെയിൽവേ എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത് സ്പോർട്സിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സ് ഇവൻറ്റ്സ് 2023 ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് കൺട്രി ഈസ് റെഡി ടു ഹോസ്റ്റ് ദ 2034 മെൻസ് ഫിഫ വേൾഡ് കപ്പ്? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? 2034 മെൻസ് ഫിഫ വേൾഡ് കപ്പ് ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 2034 മെൻസ് ഫിഫ വേൾഡ് കപ്പ് ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2034 മെൻസ് ഫിഫ വേൾഡ് കപ്പ് എന്ത് ചെയ്യുന്നത്? ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സൗദി അറേബ്യ ഈസ് റെഡി ടു ഹോസ്റ്റ് ദ 2034 മെൻസ് ഫിഫ വേൾഡ് കപ്പ്. നമുക്കറിയുന്ന കാര്യമാണ്, ഇപ്പോൾ പറഞ്ഞു. ഇനി ഫിഫ വേൾഡ് കപ്പ് 2022 അല്ലേ, 2022 ആരാണ് ഹോസ്റ്റ് ചെയ്തത്? ഖത്തറാണ് അല്ലേ. നമുക്കറിയാം 2022 ഹോസ്റ്റ് ചെയ്തത് ഖത്തറാണ്. ഫിഫ വേൾഡ് കപ്പ് 2026 ഹോസ്റ്റ് ചെയ്യുന്നത് 2026 ഹോസ്റ്റ് ചെയ്യുന്നത് ആരാണ്? കാനഡ, മെക്സിക്കോ ആൻഡ് US. 2026 ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? കാനഡ, മെക്സിക്കോ ആൻഡ് US ആണ്. ഇനി ഫിഫ വേൾഡ് കപ്പ് 2030 ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? സ്പെയിൻ, പോർച്ചുഗൽ ആൻഡ് ഉറുഗ്വേ. 2030 ആരാണ്? സ്പെയിൻ, പോർച്ചുഗൽ ആൻഡ് ഉറുഗ്വേ. ഇനി ഫിഫയുടെ പ്രസിഡന്റ് ആരാണ്? ഗ്യാനി ഇൻഫാന്റിനോ. ഗ്യാനി ഇൻഫാന്റിനോ ആണ് എന്തിൻ്റെ പ്രസിഡന്റ്? ഫിഫയുടെ പ്രസിഡന്റ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? സൂറിച്ച്, സ്വിറ്റ്സർലാൻഡിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്നൊന്നുകൂടെ പറയൂ. 2022 ഫിഫ വേൾഡ് കപ്പ് എവിടെ ആയിരുന്നു? ഖത്തറിലായിരുന്നു. 26 എവിടെയായിരിക്കും? കാനഡ, മെക്സിക്കോ, USA ഇനി ഫിഫ വേൾഡ് കപ്പ് 2030 ആണെങ്കിൽ എവിടെയായിരിക്കും? സ്പെയിൻ, പോർച്ചുഗൽ, ഉറുഗ്വേ ആണ്. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് 2034 എവിടെയാണ്? സൗദി അറേബ്യയിലാണ്. ഇനി പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ്? ഫിഫയുടെ പ്രസിഡന്റ് ആരാണ്? ഗ്യാനി ഇൻഫാന്റിനോ ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ്. അപ്പോൾ 22 ഖത്തർ, 26 കാനഡ, മെക്സിക്കോ, US, 2030 എവിടെയാണ്? സ്പെയിൻ, പോർച്ചുഗൽ, ഉറുഗ്വേ, 34 സൗദി അറേബ്യ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Where were the Asian Games 2022 organized? ഏഷ്യൻ ഗെയിംസ് 2022 എവിടെ വെച്ചായിരുന്നു, അല്ലെങ്കിൽ ഏത് കൺട്രി ആയിരുന്നു ഹോസ്റ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. എവിടെ വെച്ചായിരുന്നു? ഹാങ്സോ ആണ് അല്ലേ, ചൈനയിലെ ഹാങ്സോയിലായിരുന്നു എന്തുണ്ടായിരുന്നത്? ഏഷ്യൻ ഗെയിംസ് 2022 ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ എന്തായിരുന്നു ഏഷ്യൻ ഗെയിംസ് 2022? 4th പൊസിഷൻ ആയിരുന്നു അല്ലേ. ഇന്ത്യയുടെ പൊസിഷൻ 4th പൊസിഷൻ ആയിരുന്നു. മൊത്തം എത്ര മെഡൽ ഉണ്ടായിരുന്നു? 107 മെഡൽ ഉണ്ടായിരുന്നു. ആ 107 മെഡലിൽ 28 ഗോൾഡ്, 38 സിൽവർ, 41 എത്ര എണ്ണം ഉണ്ട്? ബ്രോൺസ് ഉണ്ട് അല്ലേ. ബ്രോൺസ് 41, സിൽവർ 38, ഗോൾഡ് 28. അങ്ങനെ മൊത്തം 107 മെഡലുകളാണ് ആർക്ക് കിട്ടിയത്? നമുക്ക് ഇന്ത്യക്ക് കിട്ടിയത്. നമ്മുടെ ഓപ്പണിംഗ് ഫ്ലാഗ് ബെയറർ ആരായിരുന്നു? ഹർമൻപ്രീത് അല്ലേ. ഹർമൻപ്രീത് സിംഗും അതുപോലെ തന്നെ ലവ്ലീന ആയിരുന്നു ഓപ്പണിംഗ് ഫ്ലാഗ് ബെയറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ക്ലോസിംഗ് ആരായിരുന്നു? PR ശ്രീജേഷ് ആയിരുന്നു അല്ലേ. ക്ലോസിങ്ങിൽ ഫ്ലാഗ് ബെയർ ചെയ്യുന്നത് PR ശ്രീനേഷ് ആയിരുന്നു. ഇന്ത്യയുടെ മോട്ടോ എന്ന് പറയുന്നത് ആപ്കി ബാർ 100 പാർ എന്നായിരുന്നു. ഇന്ത്യയുടെ മോട്ടോ എന്താണ്? ആപ്കി ബാർ 100 പാർ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു ഒന്നുകൂടി ശ്രദ്ധിക്കൂ. നമ്മുടെ ഏഷ്യൻ ഗെയിംസ് 2022 ഹാങ്സോ ചൈനയിൽ വെച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ 4 ആണ്. നമ്മുടെ ഇന്ത്യക്ക് 107 മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ 28 ഗോൾഡ് ഉണ്ട്, 38 സിൽവർ ഉണ്ട്, 41 ബ്രോൺസ് ഉണ്ട്. ഓപ്പണിംഗ് ഫ്ലാഗ് ബെയറേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഹർമൻപ്രീത് സിംഗും ലവ്ലീനയാണ്. ക്ലോസിംഗിൽ ഫ്ലാഗ് ബെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് PR ശ്രീജേഷ് ആണ്. ഇന്ത്യയുടെ മോട്ടോ എന്ന് പറയുന്നത് ആപ്കി ബാർ 100 പാർ എന്നായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 2022 ഏഷ്യൻ ഗെയിംസ് ഹാങ്സോ ചൈനയിൽ വെച്ചായിരുന്നു. 19ാമത്തെ എഡിഷൻ ആയിരുന്നു. ശ്രദ്ധിക്കുക, 19ാമത്തെ എഡിഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയൂ, 19ാമത്തെ എഡിഷൻ 2022 ഏഷ്യൻ ഗെയിംസ് നടന്നത് ഹാങ്സോ ചൈനയിലാണ്. ഇന്ത്യയുടെ പൊസിഷൻ 4th ആണ്.
ഇനി 2026 ഏഷ്യൻ ഗെയിംസ് എവിടെയാണെന്ന് നോക്കൂ, ജപ്പാനിലാണല്ലേ. ഐച്ചി നഗോയ ജപ്പാനിലാണ് 20ാമത്തെ എഡിഷൻ. 20ാമത്തെ എഡിഷൻ എവിടെയാണ്? ജപ്പാൻ. തൊട്ട് മുന്നേ 19ാമത്തെ എവിടെയായിരുന്നു? ചൈന. ഇനി 2030 21ാമത്തെ എഡിഷൻ എവിടെയാണ്? ദോഹ, ഖത്തറിലാണല്ലേ. ഖത്തർ ദോഹയിലാണ് 2030 നടക്കുന്നത്. 34 എവിടെയാണ് നടക്കുന്നതെന്ന് നോക്കൂ, റിയാദ്, സൗദി അറേബ്യ. 22ാമത്തെ എഡിഷൻ നടക്കുന്നത് റിയാദ്, സൗദി അറേബ്യയിലാണ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് പറയാം കേട്ടോ, ശ്രദ്ധിക്കണം. 19ാമത്തെ എഡിഷൻ എന്ന് പറയുന്നത് 2022 ഏഷ്യൻ ഗെയിംസ് ഹാങ്സോ ചൈനയിൽ വെച്ചാണ് നടന്നത്. 19ാമത്തെ എഡിഷൻ 2022 ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈന. ഇനി 20ാമത്തെ ഏഷ്യൻ ഗെയിംസ് 2026 നടക്കുന്നത്. എവിടെ വെച്ചാണ്? ജപ്പാനിൽ വെച്ചിട്ടാണ്. ഇനി 21ാമത്തെ എഡിഷൻ 2030 നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് എവിടെ വെച്ചാണ്? ദോഹ, ഖത്തറിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി 22ാമത്തെ എഡിഷൻ 2034 ഏഷ്യൻ ഗെയിംസ് എവിടെ വെച്ചാണ് നടക്കുന്നത്? റിയാദ്, സൗദി അറേബ്യയിൽ വെച്ചാണ് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതുപോലെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ്. ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് എവിടെ വെച്ചാണ് നടക്കുന്നത്? എവിടെ വെച്ചാണ് നടന്നത്? ന്യൂഡൽഹിയിലാണ്. 1951 ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു എന്ത്? ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Where were the Asian Para Games 2022 organized? ഏഷ്യൻ പാരാ ഗെയിംസ് 2022 എവിടെ വെച്ചാണ് നടക്കുന്നത്? അല്ലെങ്കിൽ ഏത് കൺട്രിയാണ് ഹോസ്റ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏത് കൺട്രിയാണ് ഹോസ്റ്റ്? ഹോങ്സോ, ചൈന അല്ലേ. ഹോങ്സോ ചൈനയാണ് എന്തിൻ്റെ ഹോസ്റ്റ്? ഏഷ്യൻ പാരാ ഗെയിംസിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എത്രാമത്തെ എഡിഷൻ ആയിരുന്നു നോക്കൂ? 4ാമത്തെ എഡിഷൻ ആയിരുന്നു. ഏഷ്യൻ പാരാ ഗെയിംസ് 4th എഡിഷൻ ആയിരുന്നു. ഹോസ്റ്റ് ആരാണ്? ഹോങ്സോ ചൈന. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. മോട്ടോ എന്താണെന്ന് നോക്കൂ, ഹാർട്ട് മീറ്റ് ഡ്രീംസ് മീറ്റ് അല്ലേ. ഹാർട്ട് മീറ്റ് ഡ്രീംസ് മീറ്റ് എന്നാണ് എന്ത് മോട്ടോ ആയിട്ട് വരുന്നത്. ഇന്ത്യയുടെ പൊസിഷൻ എത്രാമത്തെയാന്ന് നോക്കൂ, 5th പൊസിഷൻ. ഇന്ത്യയുടെ പൊസിഷൻ 5ാമത്തെ പൊസിഷനാണ്. എത്ര മെഡലാണ്? 111 മെഡലുകളാണ്. അവിടെ ഇന്ത്യയുടെ പൊസിഷൻ എത്രാമത്തെ ആയിരുന്നു? 4ാമത്തെ പൊസിഷൻ ആയിരുന്നു. എത്ര മെഡലുകളായിരുന്നു? 107 മെഡലുകളായിരുന്നു. ഇവിടെ 111 മെഡലുകളാണ്. ഇനി 5th എഡിഷൻ 2026 5th എഡിഷൻ എവിടെ വെച്ചാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്? നഗോയ, ജപ്പാൻ അല്ലേ. ജപ്പാനിൽ വെച്ചിട്ടാണ് 5th എഡിഷൻ നടക്കുന്നത്. അപ്പോൾ 4th എഡിഷൻ ചൈന, 5th എഡിഷൻ ജപ്പാൻ. ഇനി ഫസ്റ്റ് ഇവൻ്റ് എവിടെയാണ് നടന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഇവൻ്റ് നടന്നത് ഗ്വാങ്സോ, ചൈന. ചൈനയിൽ വെച്ചായിരുന്നു. 2010 അല്ലേ. 2010 ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ വെച്ചായിരുന്നു. 2010 ഏഷ്യൻ ഗെയിംസ് ചൈനയിൽ വെച്ചായിരുന്നു. ഈ കഴിഞ്ഞ 4th എഡിഷൻ നടന്നത് ചൈനയിൽ വെച്ചാണ്. അതുപോലെ 5th എഡിഷൻ നടക്കുന്നത് ജപ്പാനിൽ വെച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 മെൻസ് റൂബി വേൾഡ് കപ്പ് വാസ് ഹെൽഡ് ഇൻ വിച്ച് കൺട്രി? 2023 മെൻസ് റൂബി വേൾഡ് കപ്പ് ഏത് കൺട്രിയിൽ വെച്ചായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് കൺട്രിയിൽ വെച്ചാണ്? ഫ്രാൻസിൽ വെച്ചിട്ടാണ്. ഫ്രാൻസിൽ വെച്ചിട്ടായിരുന്നു എന്ത്? 2023 മെൻസ് റൂബി വേൾഡ് കപ്പ്. ഇനി 2023 മെൻസ് റൂബി വേൾഡ് കപ്പിലെ ഹോസ്റ്റ് നേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫ്രാൻസ് ആണ്. ചാമ്പ്യൻസ് ആരായിരുന്നു? സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ. ചാമ്പ്യൻസ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. റണ്ണറപ്പ് ആയിട്ട് വരുന്നത് ന്യൂസിലാൻഡ് ആണ്. 3rd പ്ലേസിൽ വരുന്നത് ഇംഗ്ലണ്ട് ആണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഹോസ്റ്റ് നേഷൻ ഫ്രാൻസ് ആണ്. ചാമ്പ്യൻസ് ആയത് സൗത്ത് ആഫ്രിക്കയാണ്. അവരുടെ 4th ടൈറ്റിലാണിത്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയാണ് ചാമ്പ്യൻസ് ആയിട്ട് വരുന്നത്. റണ്ണറപ്പ് ആയിട്ട് വരുന്നത് ന്യൂസിലാൻഡ് ആണ്. 3rd പ്ലേസിൽ വരുന്നത് ഇംഗ്ലണ്ട് ആണ്. ഇനി 2027 മെൻസ് റൂബി വേൾഡ് കപ്പിലെ ഹോസ്റ്റ് ആയിട്ട് വരുന്നത് ഓസ്ട്രേലിയ ആണ്. അപ്പോൾ 2023 ഫ്രാൻസ് ആയിരുന്നു. 2027 ആരാണ്? ഓസ്ട്രേലിയ ആണ്. 2003 ചാമ്പ്യൻസ് ആരാണ്? സൗത്ത് ആഫ്രിക്ക ആണ്. റണ്ണറപ്പ് ന്യൂസിലാൻഡ് ആണ്. 3rd പ്ലേസ് ഇംഗ്ലണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. In which state is the 2023 National Games being organized? 2023 നാഷണൽ ഗെയിംസ് എവിടെ വെച്ചാണ് നടന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 2023 നാഷണൽ ഗെയിംസ് എവിടെ വെച്ചാണ് നടന്നത്? ഗോവ. ഗോവയിൽ വെച്ചിട്ടായിരുന്നു 2023 നാഷണൽ ഗെയിംസ് നടന്നത്. 2023 ഹോസ്റ്റ് എന്ന് പറയുന്നത് ഗോവയാണ്. മാസ്കോട്ട് എന്ന് പറയുന്നത് മോഗയാണ് അല്ലേ. മാസ്കോട്ട് മോഗയാണ്. 2023 ഹോസ്റ്റ് ഗുജറാത്ത് ആയിരുന്നു. അതിലെ മോട്ടോ എന്തായിരുന്നു? സെലിബ്രേറ്റിംഗ് യൂണിറ്റി.
അപ്പോൾ 2023 ഹോസ്റ്റ് ഗോവയാണ്, മാസ്കോട്ട് മോഗയാണ്. 2022 ഹോസ്റ്റ് എന്ന് പറയുന്നത് ഗുജറാത്താണ്. മോട്ടോ എന്ന് പറയുന്നത് സെലിബ്രേറ്റിംഗ് യൂണിറ്റി. ഇനി സെലിബ്രേറ്റിംഗ് യൂണിറ്റി ത്രൂ സ്പോർട്സ് എന്നുണ്ട് കേട്ടോ. 2022 മോട്ടോ എന്ന് പറയുന്നത് സെലിബ്രേറ്റിംഗ് യൂണിറ്റി ത്രൂ സ്പോർട്സ് എന്നുണ്ട്. അതിൻ്റെ മാസ്കോട്ട് വന്നിട്ട് സവാജ് ആണ്, ഏഷ്യാറ്റിക് ലയൺ. ഓക്കെ, ഏഷ്യാറ്റിക് ലയൺ ആണ് എന്തിൻ്റെ മാസ്കോട്ട്? 2022 മാസ്കോട്ട്. മോട്ടോ എന്ന് പറയുന്നത് സെലിബ്രേറ്റിംഗ് യൂണിറ്റി ത്രൂ സ്പോർട്സ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.